ഏറ്റവും വലിയ ദൈവാനുഭവം എന്താണെന്ന് അറിയാവാ? അദൃശ്യമായ കർത്താവിൻ്റെ കാൽപ്പാടുകളെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. സങ്കീർത്തകൻ എന്ന് പറയുന്നു, അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയുമായിരുന്നു. അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു. കർത്താവിൻ്റെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു, പക്ഷെ എനിക്കത് അനുഭവിക്കാൻ സാധിക്കും. ഇതാണ് ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ദൃശ്യമാവുന്ന, നമ്മളെ സ്പർശിക്കുന്ന, നമുക്ക് അനുഭവവേദ്യമാകുന്ന അടയാളങ്ങളിലൂടെ ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇടപഴകുമ്പം അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് നമ്മൾ ചിന്തിക്കും. അയ്യോ, അതാണ് ഏറ്റവും വലിയ ദൈവത്തിന്റെ ഇടപെടൽ കണ്ടില്ലേ, ദൈവത്തിന്റെ ഇടപെടൽ കണ്ടില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അതല്ല ഏറ്റവും വലിയ ദൈവത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. അദൃശ്യമായ കാര്യങ്ങളിലൂടെ എനിക്ക് എൻ്റെ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ടല്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ കൂട്ടത്തിലുണ്ട്, എനിക്കത് അനുഭവിക്കാൻ സാധിച്ചാറില്ല. അതാണ് ഏറ്റവും വലിയ ദൈവാനുഭവം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.